നമസ്കാരം, ഡിയർ ടെക് ഹോംസിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീടെന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സ്വപ്നമാണ്. എന്നാൽ സാധാരണക്കാർക്ക് ചെറിയ സ്ഥലത്തിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വീട് പണിയുവാനായി സാധിച്ചാലോ? ഡിയർ ടെക് അത്തരത്തിൽ ഒരു ഹോം നിർമ്മിച്ചിരിക്കുകയാണ്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. വന്ദനം എന്ന വീടിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇദ്ദേഹം അതിന്റെ ഓണറാണ്. നമസ്കാരം സർ. സാറിന്റെ പേര്? വസന്തകുമാർ. സാർ എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്? MG യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ പൊതുവെ തന്നെ സിറ്റിയിലൊക്കെ സ്ഥലപരിമിതി ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു സാറിന്റെ സ്ഥലപരിമിതി ഉണ്ട്. നമുക്ക് 1300 സ്ക്വയർ ഫീറ്റ്. എത്രയായിരുന്നു സാർ വീടിന്റെ? 2300. ഓക്കെ, 2300 നമ്മുടെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ 2350 പോയി. ഓക്കെ, അപ്പൊ അത്തരത്തില് നമുക്ക് സ്പേസ് കുറവാണ്. എന്നാൽ അതിന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വീട് നമുക്ക് നിർമ്മിക്കുകയും വേണം, അല്ലെ? അപ്പൊ നമ്മുടെ ഡിയർ ടെക്കിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? കൺസൾട്ട് ചെയ്തത് വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് പല ബിൽഡേഴ്സുമായിട്ട് പോകുന്ന സമയത്ത് അവരൊരു കോൺട്രാക്ട് സൈൻ ചെയ്യും. പിന്നെ നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും ചില ഏജൻസികൾ അംഗീകരിക്കാറില്ല. അവരുടെ ഇഷ്ടത്തിനായിരിക്കും വെക്കുന്നത്. എന്നാൽ ഡിയർ ടെക് എങ്ങനെയായിരുന്നു? സാറിന്റെ സജഷൻസ് ഒക്കെ അവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും സാറിന്റെയും കൂടെ ഇഷ്ടപ്രകാരം ചെയ്ത വീട് തന്നെയാണോ? തീർച്ചയായിട്ടും ആണ്, അല്ലെ? ഓക്കെ, അപ്പൊ ഇതിപ്പോ 3 BHK ചെയ്തിരിക്കുന്നത്, അല്ലെ? ഓക്കെ. ഡിയർ ടെക് ഹോംസിന്റെ MD ക്രിസ്ത സാറാണ് നമ്മളോടൊപ്പം ചെയ്യുന്നത്. സർ, ഈ ഒരു വില്ല ഞാൻ വന്ന് ആദ്യം കണ്ടപ്പോൾ ഒരു ഫുൾ വൈറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. സാറിന്റെ അടുത്ത് ഇതൊരു ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞ ഈ വില്ലയെ പറ്റി സാർ എന്തായിരിക്കും പറയാം? ഇല്ല, ഇതിൽ നമുക്ക് കസ്റ്റമറുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു വൈറ്റ് തീമിൽ തന്നെ ഇൻസൈഡും ഔട്ട് സൈഡും വൈറ്റ് തീം പുള്ളിക്ക് കൂടുതൽ ആഗ്രഹമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഡിസൈൻ വൈസ് നമ്മൾ കൂടുതൽ ചിന്തിച്ചത് ഇതൊരു കണ്ടംപററി സ്റ്റൈലിലാണ്. ഡിസൈൻ വൈസ് അത് വളരെയധികം ബെറ്ററായി പോകുന്നതായി ചെയ്തിട്ടുണ്ട്. സർ, ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഫ്രണ്ട് ഏരിയ കുറവാണ്, അതായത് വീതി കുറവും നീളം കൂടുതലുമാണ്. കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് സാർ വന്ന് ഈ ഒരു പ്ലോട്ട് നോക്കിയ സമയത്ത് ഇതൊരു ചലഞ്ച് ആയിരിക്കും, അങ്ങനെ തോന്നിയിരുന്നു? അതെ അതെ, അത് വലിയൊരു ചലഞ്ച് ആയിരുന്നു. ശരിയാണ്. ചോദ്യം എൻ്റെ ആൻസർ തന്നെ ഒരു ചലഞ്ചാണ്. അതായത് 60 സെന്റിമീറ്റർ ലെങ്ത്, അത് ഒരു 7 മീറ്റർ കൂട്ടിയാണ്. അത് വന്നപ്പോൾ കസ്റ്റമർ ശരിക്കും ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വരാനുള്ള കാരണം പോലും അത് തന്നെയായിരുന്നു. ഈ 7 വീട്ടിൽ എങ്ങനെ വീട് വയ്ക്കാൻ പറ്റുന്ന ഒത്തിരി ആശങ്കകൾ പുള്ളിക്കുണ്ടായിരുന്നു. അത് തന്നെ എന്നോട് ആദ്യം ചോദിച്ചാൽ അങ്ങനെയാണ്, നമുക്ക് എങ്ങനെ വീട് വയ്ക്കാൻ പറ്റും, അങ്ങനെ ചെയ്യാം. അതുപോലെ ഞാൻ ആദ്യം ധൈര്യം കൊടുത്തു. പ്രശ്നമല്ല, നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, ധൈര്യമായിട്ടിരിക്കും, നിങ്ങൾ ഇതിനേക്കാളും ചെറിയ ബ്ലോക്കിലൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ആ ഡിസൈൻ വൈസ് പിന്നെ അതിന് കുറച്ചുകൂടി ഭംഗിയാക്കുന്ന രീതിയിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഫ്രണ്ടിൽ 2 കാർ പാർക്കിംഗ്, 2 കാറ് ഒരു ഗസ്റ്റ് വന്നാലും കാറ് പാർക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് അവർക്ക് സ്പേസ് വേണം. അപ്പൊ അത് ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി. പക്ഷേ അത് കുഴപ്പമില്ല, അതും അവരുടെ ഇഷ്ടപ്രകാരം അതും കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു സ്റ്റെയർ ഞാൻ ശ്രദ്ധിച്ചു, സ്റ്റെയർകേസ്. അപ്പൊ അതിന്റെ സൈഡില് ഭയങ്കര വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു ചിന്താഗതി എങ്ങനെയാ തോന്നിയത്? സ്റ്റെയർകേസ് ഞങ്ങൾ സ്കെച്ചിങ് അത് ശരിക്കും ആർക്കിടെക്റ്റിന്റെ തന്നെ ഒരു ചിന്തയായിരുന്നു. ശരിക്കും ആർക്കിടെക്റ്റിന് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ സ്റ്റെയർകേസിന്റെ ഹാൻഡൈൽ പോലും അതിൻ്റെ 10 സെന്റിമീറ്റർ ഹാൻഡൈൽ സ്പേസ് പോകും. ആ ഹാൻഡൈൽ സ്പേസ് പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ ഒറ്റ ഹാൻഡൈൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊണ്ടുവന്ന് സെയിം സാധനം തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കുന്ന രീതിയിൽ ഹാൻഡൈൽ ആ രീതിയിൽ ഡിസൈൻ ചെയ്താണ്. വെർട്ടിക്കൽ പൈപ്പ് ഉപയോഗിച്ചിട്ട് പൈപ്പ് ഉപയോഗിച്ച് വെർട്ടിക്കലായിട്ട് ഡിസൈൻ ചെയ്ത് അത് തന്നെ യൂസ് ചെയ്തു. അതായത് കൊണ്ടുവന്നൊരു വലിയൊരു ഡിസൈൻ. ഓക്കെ, ഈ ഒരു ഡിയർ ടെക് ഹോംസ് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലും അവർ നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രമല്ല, കസ്റ്റമർ പറയുന്ന അവരുടെ താല്പര്യം നമ്മൾ അംഗീകരിക്കാറുണ്ടോ? അല്ലെങ്കിൽ അവരുടെ രീതിയിൽ അവരെപ്പോൾ സജഷൻസ് പറയുമ്പോൾ അത് സാർ എങ്ങനെയാ നോക്കി കാണാം? അത് അവരുടെ ഇഷ്ടത്തിന് ചെയ്തു കൊടുക്കാറുണ്ടോ? ഓക്കെ, പിന്നെ അത് തന്നെയാണ് വേണ്ടത്. പക്ഷെ അവർ കസ്റ്റമർ ഇഷ്ടം ശരിയാണെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പോളിഷ് ചെയ്ത് ഞങ്ങൾ ശരിയാക്കാറുണ്ട്. ചിലപ്പം കസ്റ്റമർ ഒരു കാര്യം പറഞ്ഞാൽ
അത് ആ ഡിസൈൻ അവിടെ ചേർന്നില്ലെങ്കിൽ അവിടെ ചേരുന്ന വിധത്തിൽ കുറച്ച് പോളിഷ് ചെയ്ത് യൂസ് ചെയ്ത് അത് അതിനൊരു നല്ലൊരു കളർ തീമും അതേപോലെ തന്നെ ആ ഡിസൈൻ വൈസ് കുറച്ച് ഭംഗിയാക്കി ചെയ്തെടുക്കാറുണ്ട്. പിന്നെ കാരണം കസ്റ്റമറുടെ ആണല്ലോ ശരിക്കും കോൺട്രിബ്യൂഷൻ. ഞങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ് വരുന്നത്. കസ്റ്റമറുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഡിആർടെക്കിന്റെ ഏറ്റവും പരമമായിട്ടുള്ള ഒരു ധർമ്മം. അപ്പൊ ആ ധർമ്മം നമ്മൾ വളരെയധികം ആർക്കിടെക്ട് ആണെങ്കിലും എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങൾ ടീം മുഴുവനും അത് ശരിക്കും യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കസ്റ്റമർ ചിലപ്പോൾ ഡിസൈൻ ബേസ് അല്ല, ലാസ്റ്റ് ഡേയിലാണ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പോലും അതും കൂടി ഇതിനകത്ത് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് നമ്മൾ ശ്രമിച്ച് അത് ചെയ്ത് പോകാറുണ്ട്. ലാസ്റ്റ് ഈ ഹാൻഡ് ഓവറിങ് ആ ഒരു ടൈമില് ഡിആർടെക്കിന് ശരിക്കും അഭിമാനം തോന്നുകയും അവരുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു റെസ്പോൺസ്. കസ്റ്റമർ സൈഡിൽ നിന്ന് ഒത്തിരി ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഗ്രഹനാഥിൽ അതേപോലെ തന്നെ പിന്നെ വൈഫ് മകൻ അവർ 3 പേര് വണ്ടി വീട്ടിൽ താമസിക്കാൻ പോകും. 3 പേരുടെയും കുറിച്ച് ചെറിയൊരു നെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു കൂട് എന്ന് പറയുന്നൊരു രീതിയിലാണ് ആ സങ്കല്പത്തിലാണ് ഈ ബിൽഡിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഏറ്റവും പുള്ളിക്ക് വളരെയധികം എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ വർഷവും ഈ വർഷത്തിന്റെ എനിക്കൊരു മാർച്ച് മാസം കഴിഞ്ഞു ഈ സമയം നോക്കുമ്പോൾ വളരെയധികം സഹകരിച്ചൊരു പിന്നെ ക്ലയന്റാണിത്. അത് ഞങ്ങൾക്ക് കിട്ടുന്ന പേയ്മെന്റ് കാര്യത്തിലാണെങ്കിലും മറ്റ് പിന്നെ ആശയങ്ങൾ കൊണ്ടുള്ള കാര്യങ്ങളാണെങ്കിലും വളരെ സൈലന്റ് ആയിട്ടിരുന്ന് നിങ്ങളത് ചെയ്തോ കുഴപ്പമില്ല, നിങ്ങൾ ഒരു കാര്യം സജസ്റ്റ് ചെയ്താൽ അത് നിങ്ങൾ ചെയ്തോ കുഴപ്പമില്ല, അത് കൊള്ളാമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, അതിന്റെ പേയ്മെന്റ് കാര്യം നിങ്ങൾ നോക്കേണ്ട പ്രശ്നമില്ല, അതങ്ങ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നൊരു വലിയ നല്ലൊരു മനസ്സും കൂടെ പ്രയോഗിച്ചാൽ അവരൊന്ന് പറയാതിരിക്കാൻ പറ്റും. നമ്മുടെ ഈ ഒരു കിച്ചൺ എന്ന് പറയുന്നത് അലുമിനിയം മോഡുലാർ കിച്ചന്റെ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. നോർമൽ ഹൈറ്റ് ഉള്ളവർക്കും യൂസ് ചെയ്യുന്ന രീതിയിലാണ് കബോർഡിന്റെ ഹൈറ്റും ഗ്രാനൈറ്റ് ടോപ്പും ക്രമീകരിച്ചിരിക്കുന്നത്. അതും 85 സെന്റിമീറ്റർ ഹൈറ്റിൽ. ബ്ലാക്ക് ഗാലക്സി ഗ്രാനൈറ്റ് ആയതുകൊണ്ട് തന്നെ വോൾട്ടയിൽ വൈറ്റ് തീമിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വിൻഡോയുടെ സീ ലെവൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ക്ലീൻ ചെയ്യാനും വളരെ ഈസിയാണ്. ടോൾ യൂണിറ്റിലും പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്, അതും ജി പ്രൊഫൈൽ ഹാൻഡിലോട് കൂടി. കിച്ചണിൽ സ്പേസ് തോന്നിക്കുന്ന രീതിയിൽ തന്നെ വർക്ക് ഏരിയയും കൂടി ആഡ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല എല്ലാത്തിനും പുറമെ ഐലൻഡ് കിച്ചണും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനായി ഡിആർടെക് ഹോംസ് എന്നും നിങ്ങളോടൊപ്പം. ഡിആർടെക് ഹോംസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ പീക്കു സിദ്ധാർത്ഥ് സൈനിങ് ഔട്ട്. DRTech Homes Private Limited, Trivandrum, an archway to future.